ഒരു അന്ധനായ മനുഷ്യൻ റോഡിന്റെ സൈഡിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൊട്ടടുത്തൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഐ എം ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ്. ഞാൻ അന്ധനാണ്, എന്നെ സഹായിക്കണം. വലിയ പ്രതീക്ഷയോടിരുന്ന അദ്ദേഹത്തിന്റെ മുന്നിലൂടെ പലരും കടന്നുപോയി. ആരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. പലരുടെയും കാൽ പെരുമാറ്റം അദ്ദേഹത്തിന് കേൾക്കാം. പക്ഷേ തൊട്ടു മുന്നിൽ വെച്ചിരിക്കുന്ന ആ പാത്രം കിളിങ്ങുന്നതൊന്നും കേൾക്കുന്നില്ല. ഡെയിലി സംഭവിക്കുന്നത് പോലെ തന്റെ അന്നത്തെ ദിവസത്തെയും വിധിയെ പഠിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഫ്രോക്കൊക്കെ ഇട്ട് ഒരു പെൺകുട്ടി അതുവഴി ഇങ്ങനെ കടന്നു പോകുന്നത്. അവളും ഇങ്ങനെ നോക്കി ജസ്റ്റ് പാസ് ചെയ്ത് മുന്നോട്ട് പോയി. കുറച്ച് മുന്നിൽ ചെന്നപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഒരു തോന്നലുണ്ടായി, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം. ഹൗ ഐ ക്യാൻ ഹെൽപ്പ് ഹർ. അവൾ തിരിച്ചു വന്നു. മൊത്തത്തിൽ നിങ്ങൾ സംരംഭകരായതുകൊണ്ട് നിങ്ങളുടെ ഭാഷ പറയാണ്, ആ ബിസിനസ്സിനെ ഒന്ന്, ഇറ്റ്സ് നോട്ട് എ ബിസിനസ് അല്ല, എങ്കിലും ആ ബിസിനസ്സിനെ ഒന്ന് അനലൈസ് ചെയ്തു. എന്താണ് അതിൽ പ്രശ്നം? അന്ധനായ യാചകന് ആരോ തന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അറിയാം. കുറച്ചു നേരമായിട്ട് ആരോ നിൽക്കുന്നു, ശബ്ദമൊന്നും കേൾക്കുന്നില്ല, കോയിൻ ബോക്സ് അനങ്ങുന്നില്ല. ജസ്റ്റ് ഷൂ ഒക്കെ ഒന്ന് തപ്പി നോക്കി, പരിചയക്കാർ വല്ലവരും ആണോ? പക്ഷെ പരിചയക്കാരും മനസ്സിലായി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അവൾ എന്തോന്ന് എഴുതി അവിടെ വെച്ചു, പാസ് ചെയ്തു. സ്വല്പ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കോയിൻ ബോക്സ് കിളിങ്ങാൻ തുടങ്ങി. പൈസകൾ, തുട്ടുകൾ വരാൻ തുടങ്ങി. പിന്നെ നോട്ടുകൾ വീഴാൻ തുടങ്ങി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് അത് നിറഞ്ഞു. വലിയ ഹാപ്പി ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ആ ഷൂ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തപ്പി നോക്കിയപ്പോൾ അന്ധനായ മനുഷ്യന് മനസ്സിലായി ആ സെയിം ഷൂ ആണ് തിരിച്ചു വന്നിരിക്കുന്നത്. അയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു, നീ എന്താണ് അതിൽ എഴുതിയത്? നീ എന്തോ എഴുതി, എന്തോ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി, നീ എന്താണ് അതിൽ ചെയ്തത്? അവൾ പറഞ്ഞു, ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും എഴുതിയില്ല, നീ എഴുതിയ കാര്യം തന്നെ ഞാനൊന്ന് മാറ്റി എഴുതി. അദ്ദേഹം എഴുതിയിരുന്നത് ഐ എം ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ്. ആ കൊച്ചിനെടുത്തിട്ടൊന്ന് തിരുത്തി എഴുതി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ഐ കാൻറ്റ് സീ ഇറ്റ്. ഇതൊരു മനോഹരമായ ദിവസമാണ്, പക്ഷേ എനിക്കത് കാണാൻ കഴിയുന്നില്ല. രണ്ടിന്റെ അർത്ഥം ഒന്നല്ലേ? ദിസ് ഈസ് വാട്ട് ബ്രാൻഡിങ് ഡു ഇൻ അവർ ലൈഫ്. നമ്മളുടെ വലതിലേക്ക് എടുക്കാം, റൈറ്റ് ഹാൻഡ്. നമ്മുടെ ഹൃദയ താളം കേൾക്കുന്നുണ്ടെന്ന് പിടിക്കാം. കേൾക്കാമോ? പറ്റുന്നില്ല. ഞാനിവിടെ സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് നന്നായിട്ട് കേൾക്കാം. നിങ്ങൾ കുറച്ച് സ്റ്റേജിലോട്ട് വരാൻ എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അവിടെ വെച്ചോണ്ട് പറയുക, ടുഡേ ഈസ് എ ഗുഡ് ഡേ. ഇന്നൊരു നല്ല ദിവസമാണ്. പറയാമോ? ഇന്നൊരു നല്ല ദിവസമാണ്. നമ്മൾ പറയുന്ന ഈ ഓരോ വാക്കുകളുണ്ടല്ലോ, ഇത് വളരെ പവർഫുള്ളാണ്.